കണ്ണൂർ ജില്ലയിലെ ഉയരം കൂടിയ പ്രദേശങ്ങളിലൊന്നാണ് ജോസ്ഗിരി. പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട ഇടം. ചെറുപുഴയിൽ നിന്നും 19 കിലോമീറ്ററേ ഉള്ളൂ ഈ കുന്നിലേക്ക്. തളിപ്പറമ്പ് നിന്ന് ആലക്കോട് ഉദയഗിരി വഴിയും ഇവിടെ എത്താം. ജോസ്ഗിരിയിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരെ കർണാടക അതിർത്തിയിലാണ് തിരുനെറ്റിക്കല്ല്. ചെങ്കുത്തായ കയറ്റമേറി വേണം തിരുനെറ്റിക്കല്ലിലെത്താൻ. കയറ്റം പാതി പിന്നിടുമ്പോൾ കണ്ണെത്താ ദൂരത്ത് 2 കൂറ്റൻ പാറക്കല്ലുകൾ കാണാം. കോടമഞ്ഞും കാറ്റും മഞ്ഞിനെ കീറിയെത്തുന്ന സൂര്യവെളിച്ചവും സമ്മാനിക്കുന്ന അനുഭവം വിവരണാതീതം. സമുദ്രനിരപ്പിൽ നിന്നും 2300 അടി ഉയരത്തിലാണ് ഈ മനോഹാരിത. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന പുൽമേട്ടിൽ കുഞ്ഞു പൂക്കളും ഔഷധ ചെടികളും യഥേഷ്ടം. മുഖാമുഖം നിൽക്കുന്ന കൂറ്റൻ പാറകൾക്ക് നടുവിൽ വലിയ ഉരുളൻ കല്ല്. കരിമ്പാറപ്പുറത്ത് കയറാൻ ഏണിയും നെറുകയിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച കുരിശുമുണ്ട്. കോടമഞ്ഞ് മാറിമറിയുമ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പട്ടണങ്ങളും കിഴക്കൻ മലയോര ഗ്രാമങ്ങളും തെളിഞ്ഞുവരും. കർണാടക വനം, തലക്കാവേരി സ്ഥിതി ചെയ്യുന്ന കുടകിലെ ഭാഗമണ്ഡലം പ്രദേശങ്ങൾ, ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് കടന്നുവരാൻ ഉപയോഗിച്ച വഴിയെന്ന് കരുതുന്ന കക്കപ്പുഴ ഭാഗത്തെ മുറിക്കിടങ്ങ് എന്നിവയും പതിയെ ദൃശ്യമാകും. 19 ഏക്കറോളം വരുന്ന ഈ പ്രദേശം ചെറുപുഴ, ഉദയഗിരി പഞ്ചായത്തുകളിലായാണ് പരന്നു കിടക്കുന്നത്. ജില്ലയ്ക്ക് പുത്തൻ സാധ്യതകളും ഊർജവും നൽകാൻ തിരുനെറ്റിക്കല്ലിന് കഴിയുമെന്ന് തീർച്ച. ചെറുപുഴ പഞ്ചായത്തിന്റെ 2 ഹിൽ സ്റ്റേഷനുകളാണ് സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടിയിലുള്ള ഈ സ്ഥലത്ത് രാവിലെയും വൈകുന്നേരവും അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക സുഖകരമായ കാലാവസ്ഥയാണ് കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്നത്. അവിടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, കംഫർട്ട് സ്റ്റേഷൻ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. നിരവധി തദ്ദേശീയരായ ടൂറിസ്റ്റുകൾ എല്ലാ ദിവസവും വരുന്ന സ്ഥലമാണ് കൊട്ടത്തലശ്ശേരി. കൊട്ടത്തലശ്ശേരി ഒരു വലിയ ട്രക്കിംഗ് ഏരിയ, 1 കിലോമീറ്ററിലധികമുള്ള ട്രക്കിംഗ് ഏരിയയുള്ള സ്ഥലമാണ്. കൊട്ടത്തലശ്ശേരിയിൽ നിന്ന് പാമ്പുകളിൽ നിന്ന് കൊട്ടത്തലശ്ശേരിയിലേക്ക്, വാഴക്കൊണ്ട അടിവാരങ്ങളുടെ കൊട്ടത്തലശ്ശേരിയിലേക്ക്, അങ്ങനെ 2 വഴിയാണ് കൊട്ടത്തലശ്ശേരിയിലേക്ക് പോകുന്നത്. തിരുനെറ്റിയിലേക്ക് ജോസ്ഗിരിയിൽ നിന്ന് മാത്രമാണ് എത്തിച്ചേരാൻ കഴിയില്ല. തിരുനെറ്റി എന്ന് പറയുന്ന സ്പോട്ടിന്റെ ഒരു പ്രത്യേകത, അതിലൊരു 80% ചെറുപുഴ പഞ്ചായത്തിലാണെങ്കിലും ഒരു 20% ഉദയഗിരി പഞ്ചായത്തിന്റെ വ്യവസ്ഥയിലുള്ള സ്ഥലമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മെച്ചപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 പഞ്ചായത്തുകളും ചേർന്ന് ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ചെറുപുഴ ഉദയഗിരി പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായി ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരും പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.